റെയിൽപാളത്തിൽ ദ്വാരം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമത്തിനെ റെയിൽവേയും പോലീസും ഗൗരവമായാണ് കാണുന്നത്. നിലവിൽ സുരക്ഷാ പ്രശ്നമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച റെയിൽവേ ഡിവിഷണൽ സെക്യൂരിറ്റി കമാൻഡന്റ് എം രമേശ് പറഞ്ഞു. നോർമലായിട്ട് ഇങ്ങനെ വരില്ല. That is why now we are taking so serious. We have a lot of concern, no doubt. The strength of the track is okay. And ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഫിഷ് പ്ലേറ്റ് ഒക്കെ കൊടുത്ത് ഇനിയും ഒന്നും കൂടെ സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്. Nothing to worry about running of the train. ഫോറൻസിക് ലാബിലെ സയന്റിഫിക് അസിസ്റ്റന്റ് കെ രമിയും സ്ഥലത്തെത്തി ദ്വാരത്തിനുള്ളിലെ മണ്ണിന്റെ സാമ്പിൾ ശേഖരിച്ചു. പിന്നെ അതിൽ നിന്ന് സ്വാബ് കളക്ട് ചെയ്തിട്ടുണ്ട്. വല്ല കെമിക്കൽസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്തത്. ഡ്രില്ലിംഗ് മെഷീൻ അല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഡ്രില്ലിംഗ് മെഷീൻ ആണ് ജസ്റ്റ് അതിന്റെ സർഫസ് നല്ല റഫ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ സ്മൂത്ത് സർഫസ്. ഇനി എന്തെങ്കിലും ഫെർദർ എക്സാമിനേഷൻ ശേഷം മാത്രമേ പറയാൻ പറ്റൂ. പാളത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ അടുത്ത ദിവസം തന്നെ പ്രത്യേക സ്കാനർ മെഷീൻ ഉപയോഗിച്ച് പാളം സ്കാൻ ചെയ്യും. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക വിലയിരുത്തൽ. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചല്ല തുളച്ചതെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ അനൂപ് സിപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.